ഹായ് ഓൾ. അപ്പോൾ ക്യാപ്ഷനിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ IVF ജേർണി എന്താണ് എന്നുള്ളത് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. IVF എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഇൻഫെർട്ടിലിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിളിൻ്റെ ലാസ്റ്റ് റേ ഓഫ് ഹോപ്പാണ് IVF. അതിൽ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ്സൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ബോഡി ഓൾറെഡി ടയേർഡായി, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ ഇനി എന്താ പറയുക ഇല്ല എന്ന് ചിലപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു സ്റ്റേജിലെത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ IVF എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് കപ്പിളിന് ചിന്തിക്കാൻ പറ്റുന്നതിലും വലിയ ഒരു എമൗണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തിനായിട്ട് നമ്മൾക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. അതും നമ്മൾക്ക് ഒറ്റ ടൈം സെറ്റിൽമെൻറ്റ്, വൺ ടൈം സെറ്റിൽമെൻറ്റ് അങ്ങനെയല്ല ഈ IVFൻ്റെ എക്സ്പെൻസ് വരുന്നത് പോലും. നമ്മൾ ഫസ്റ്റ് മെഡിസിൻസ്, നമ്മുടെ ബോഡി കണ്ടീഷൻസ്, നമ്മുടെ ബോഡി എങ്ങനെയാണോ ഈ ട്രീറ്റ്മെൻറ്റിനോട് റിയാക്ട് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമുക്ക് ഇഞ്ചെക്ഷൻസ് വരുന്നത്. അപ്പോൾ ആ ഇഞ്ചെക്ഷൻസിൻ്റെ ലെവൽ അനുസരിച്ചാണ് നമുക്ക് എക്സ്പെൻസും അതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ IVF നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു എമൗണ്ടിൽ എനിക്കായി, അല്ലെങ്കിൽ ഇത്രയും എമൗണ്ടേ എനിക്കായുള്ളൂ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും എമൗണ്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും എമൗണ്ട് ആയില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ബോഡി കണ്ടീഷൻസ്, നമ്മുടെ ബോഡി എങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റിനോട് സഹകരിച്ച് പോകുന്നു, ഇല്ലെങ്കിൽ നമ്മളുടെ ബോഡി ഓൾറെഡി ചില കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ ബോഡി പ്രിപ്പയർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഈ എക്സ്പെൻസ് വരുന്നത് ഈ ഒരു എന്താ പറയുക ഈ ഒരു എമൗണ്ട് IVFന് ആവുള്ളൂ എന്ന് ഒരാൾക്കും നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താണ് IVF, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് IVF ചൂസ് ചെയ്തതെന്നുള്ളത് കാര്യം വരുമ്പോഴേക്കും, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. 10 വർഷം ആകാൻ പോകുന്നു ആക്ച്വലി. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തുനിന്നും വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കല്യാണം കഴിഞ്ഞൊരു 4th 5th മന്ത് മുതൽ എല്ലാവരും കേൾക്കുന്നൊരു ക്വസ്റ്റ്യനാണ് വിശേഷമായില്ലേ എന്നുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി. എന്താണ് വിശേഷമൊന്നും ആയില്ലേ, നിങ്ങൾക്ക് വിശേഷമൊന്നും വേണ്ടേ, ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ലേ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഫസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റിന് പോകണം, ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇനി ഇങ്ങനൊരു ഇൻഫെർട്ടിലിറ്റി ഉണ്ട് നമുക്ക് എന്നുള്ളത് നമ്മൾ പെർട്ടിക്കുലർലി നമുക്ക് കണ്ടെത്താനോ ഇല്ലെങ്കിൽ കാരണം ഞങ്ങൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിരുന്നില്ല, ബോധേഡ് ആയിരുന്നില്ല. ഒരു ബേബി എന്നുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മളൊട്ടും ചിന്തിക്കുകയോ അങ്ങനെ വറീഡ് ആയിരുന്നില്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 8 വർഷം കഴിഞ്ഞു, അപ്പോഴൊന്നും നമ്മൾ അത്രയും 8 വർഷം കഴിഞ്ഞപ്പോൾ ബോധേഡായി ആക്ച്വലി. പക്ഷെ നമ്മൾ 5, 6, 7 ഒക്കെ വർഷം അത്രയും ഇതായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ്സിന് പോയിട്ടില്ല എന്നല്ല, ട്രീറ്റ്മെൻറ്റ്സിന് പോവും, ഓരോ ഹോസ്പിറ്റലിൽ പോവും. അവിടെ ചെല്ലുമ്പോഴേക്കും ഓരോ എക്സ്പെൻസസും കാര്യങ്ങളും ഇങ്ങനെ പറയും. അപ്പോൾ നമ്മളോർക്കും, ഞങ്ങൾ ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും നമുക്കൊരു ട്രീറ്റ്മെൻറ്റിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പേരൻസ് ഇല്ല അടുത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം ഇങ്ങനെ ഡിലേ ചെയ്ത് നമ്മൾ വെച്ചിരുന്നു. അങ്ങനെ കരിയറും വീട്, മെഡിക്കലും സെറ്റിൽമെൻറ്റും അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതിനി നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഓക്കെ ഈസി ഗോയിങ്, ഇനി എപ്പോഴെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് തോന്നുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറി ഇനി ട്രീറ്റ്മെൻറ്റിന് പോകണം എന്നുള്ള ഒരു ഇത് വന്നു. അപ്പോൾ കരിയറിലൊക്കെ നമ്മൾ ആ പീക്കിൽ നിൽക്കുന്ന ടൈമായിരുന്നു ആ ടൈം. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് പോവാം. പക്ഷേ അത് ബാംഗ്ലൂരിൽ നിന്നാൽ നടക്കില്ല.
ബാംഗ്ലൂരിൽ IVF ചെയ്യാം. നമുക്ക് നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാംഗ്ലൂർ. നമുക്ക് ഇൻ കേസ് ഒരു ഹെൽപ്പിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നും ഹസ്ബൻഡ് വീട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ആളുകൾ വന്ന് നിൽക്കും, എന്നെ നോക്കും, എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യും. പക്ഷേ നമുക്ക് അപ്പോഴും ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇവിടെ വന്ന് നിൽക്കണം. വീണ്ടും നമ്മളുടെ വീട്ടിലുള്ള ബാക്കിയായ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറേ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു 2025 ഓഗസ്റ്റ് ഓക്കെ, ഇനി നമ്മൾ നാട്ടിലേക്ക് പോവാം. ഇനി ഈ കാര്യത്തിന് നമ്മളൊരു ഇതെടുക്കണ്ട. കാരണം കുറേ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സിന് പോയിരുന്നെങ്കിലും ഇപ്പോൾ ഒത്തിരി നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുകയോ മെഡിസിൻസ് കഴിക്കുകയോ അങ്ങനെയുള്ളതൊന്നും എടുത്തിട്ടില്ല. 1-2 സ്കാൻസ്, പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴും ഒരു ഫോളിക് ആസിഡ് എഴുതി തരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ അതൊക്കെ എടുത്തിട്ടുള്ളൂ. നമ്മൾ വലിയ ബിഗ് ഡിസിഷൻ അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്യാൻ ടൈമില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. നമുക്ക് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നില്ല. നമുക്ക് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ ചോദിക്കും, കരിയർ മാത്രം നോക്കിയിരുന്നാലാവുമോ? ഇല്ലേ? നമ്മൾക്കൊരു ബേബീനെ ഒരു ലൈഫിനെ നമുക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ട് വേണം കൊണ്ടുവരാൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഒരു ബേബി കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമായിരുന്നു. സോ അപ്പോൾ അങ്ങനെ കരിയറും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഹസ്ബൻഡാണെങ്കിലും വർക്ക് ഫ്രം ഹോം കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു ഓഗസ്റ്റിൽ. അപ്പോൾ ലാസ്റ്റ് ഓഗസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന് ഞങ്ങൾ ഫസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റിന് പോയി. ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ കൺസൾട്ടേഷന് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെയാണ്, നമുക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. നാച്ചുറൽ കൺസെപ്ഷനുള്ള കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് നാച്ചുറൽ കൺസെപ്ഷൻ ആവാൻ നമുക്ക് സാധ്യതയില്ല എന്നുള്ളത് തന്നെ അവർ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഷോക്കായി. അയ്യോ, ഞങ്ങൾ വേറൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോഴേക്കും എന്തുകൊണ്ട് നാച്ചുറൽ കൺസെപ്ഷൻ ആവുന്നില്ല? അപ്പോൾ എന്നിട്ട് ഡോക്ടർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ IVFലേക്ക് പോവാം, അല്ലെങ്കിൽ IUIയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾക്ക് എന്താ IVF, എന്താ IUI, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എന്താ IUI, എന്താ IVF, എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ ഒന്നും അറിയില്ല. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം തീരുമാനിച്ചിട്ട് എന്നോട് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ കോസ്റ്റ് പറഞ്ഞു. ഇങ്ങനെ IUI ആണെങ്കിൽ ഇത്ര എമൗണ്ടേ ആവുള്ളൂ, പക്ഷേ IVF ആണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ടാണ്, എന്നിട്ട് IVFൻ്റെ സക്സസ് റേറ്റും IUIയുടെ സക്സസ് റേറ്റും എല്ലാം പറഞ്ഞു. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് ഞങ്ങൾക്കറിയില്ല. IVFന് ഇത്രയും റേറ്റ് ആവുന്നു, IUIക്ക് ഇത്രയും റേറ്റ് ആവുന്നു എന്നല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം ഈ ഒരു നെഗറ്റീവ് ന്യൂസ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് റിസർച്ച് ഇതിനെക്കുറിച്ചൊക്കെ നടത്തി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഈ നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും ഇത് വന്നില്ല, നമുക്ക് വേറെ ഹോസ്പിറ്റൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സബൈൻ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ അത് നോക്കാമെന്നുള്ള ഇതിൽ, കാരണം ഞങ്ങൾക്ക് ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു അവിടെ പോയി നോക്ക്, അങ്ങനെ നല്ല ട്രീറ്റ്മെൻറ്റാണ്, നല്ല ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളോർത്ത് ഓക്കെ. പക്ഷെ അപ്പോഴും മൂവാറ്റുപുഴയാണ്. വൈപ്പിൽ നിന്ന് മൂവാറ്റുപുഴ വരെ പോകണമെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് പോകണമെങ്കിൽ അത് ഭയങ്കര ഡിസ്റ്റൻസാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു ഇച്ചിരി കുറച്ച് ബെറ്റർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ്, കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് എന്നുള്ളതാണ്. അതും സെയിം സിറ്റുവേഷൻ, ദൂരം നമുക്ക് പറ്റില്ല. കൊടുങ്ങല്ലൂർ ടു വൈപ്പിൻ കമ്പാരിറ്റീവ് ടു മൂവാറ്റുപുഴ ദൂരം കുറവാണെങ്കിലും നമുക്ക് കൊടുങ്ങല്ലൂർ അത്യാവശ്യം ദൂരമാണ്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ റിസർച്ച് ചെയ്ത് ക്രാഫ്റ്റിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് നമുക്ക് വൈറ്റിലയിലുണ്ടെന്ന് നമ്മളറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ക്രാഫ്റ്റിൽ ചെല്ലുന്നു. ഡോക്ടർ നൗഷിൻ ഡോക്ടറിനെ കാണുന്നു, കൺസൾട്ട് ചെയ്യുന്നു. ഡോക്ടർ പറയുന്നു സെയിം നെഗറ്റീവ് റീസൺ നമുക്ക് മാറ്റിയിട്ടൊന്നുമില്ല, സെയിം റീസൺ തന്നെയാണ്. പക്ഷേ എന്താണ് IVF, എന്താണ് IUI എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു IUI ചെയ്യുന്നതിലും ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ട് നമുക്ക് IVF തന്നെയാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങളത് കേട്ട് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്, ഒത്തിരി നാളത്തെ പ്രൊസീജിയറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് വന്ന് നമ്മളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ വീട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതാണ് റീസൺ. അപ്പോൾ നമുക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് IVF ആണ്, ഇന്ന റീസൺസ് ഉണ്ട്. സോ അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നമ്മൾ എല്ലാം ഇത് തീരുമാനിച്ച് തന്നെയാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പെട്ടിയെടുത്തത്. സോ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല നമുക്ക് നോക്കാം, എന്താ നമ്മളുടെ ഫിനാൻഷ്യൽ എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്ക് നോക്കാം. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് ഡേ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാൻ ചെയ്യണം. അപ്പോൾ ഞാൻ ആ സ്കാനിങ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ അതായത് ചുറ്റുമുള്ള ആൾക്കാർ മീൻസ് കുറേ ലേഡീസ് വന്നിട്ട് സ്കാൻ ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ അവരോട് മൾട്ടിപ്പിൾസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നേഴ്സ്. അപ്പോൾ നമ്മളോടും പറഞ്ഞു സ്കാൻ ചെയ്യാൻ ചെല്ല്. അങ്ങനെ ഫസ്റ്റ് സ്കാൻ. അപ്പോൾ ഏതാന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ സ്കാനൊക്കെ ചെയ്തു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇന്ന മെഡിസിൻസും ടാബ്ലറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ നമ്മൾ ഇത് IVF എന്നുള്ളൊരു കാര്യം നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് എടുക്കാൻ പാടില്ല. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഇതിലൊക്കെ ഞാൻ ഭയങ്കര എന്താ പറയുക ഓക്കെ എന്നുള്ള ഇതായിരുന്നു. പക്ഷെ പിന്നെ ഞാനൊരു എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് എന്തായാലും എനിക്ക് എൻ്റെ ജോലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജോലിയായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലൊരു സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജോലിയായിരുന്നു. അപ്പം ഞാനത് നിർത്തി ഇതിന് വേണ്ടി ഞാൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ ഇനി ഇങ്ങനെ ഞാൻ എന്താ പറയുക എൻ്റെ കരിയർ, എൻ്റെ ആംബിഷൻസ് നോക്കി നിന്നാൽ ചിലപ്പോൾ എനിക്കിത് എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഏജ് ഓവറായിപ്പോവും. കുറേ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ 100% ഇത് കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ കാരണം ഇതിലൊരു എന്താ പറയുക എൻ്റെ അശ്രദ്ധ ഇല്ലെങ്കിൽ എൻ്റെ തെറ്റുകൊണ്ട് ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് തന്നെയാണ് ഞാനിതിന് പുറപ്പെട്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് ടാബ്ലറ്റ്സ് തന്നു, വൈറ്റമിൻസ്, ദെൻ ഫോളിക് ആസിഡ്, അങ്ങനെ ഒത്തിരി ടാബ്ലറ്റ്സൊക്കെ തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാതെ കറക്റ്റായിട്ട് ഞാനതെടുത്തു. അങ്ങനെ പിന്നെ നമ്മളോട് പറയും ഇത്രയും ടൈം കഴിയുമ്പോഴേക്കും നമ്മളോട് വരാൻ പറയും. ഇത്രയും ദിവസം കഴിയുമ്പോഴേക്കും, അതായത് നമ്മളുടെ നെക്സ്റ്റ് പീരിയഡ്സിൻ്റെ ഈ ടൈം ആകുമ്പോഴേക്കും അടുത്ത സ്കാനിന് വരാം. അത് 3 മാസം ഞാൻ ആ ടാബ്ലറ്റ്സ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ടാബ്ലറ്റ്സൊക്കെ എടുത്തു. ടാബ്ലറ്റ്സൊക്കെ ഒത്തിരി കഴിച്ചു. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് പീരിയഡ്സിന് വരാൻ പറഞ്ഞു. അങ്ങനെ പീരിയഡ് ഡേറ്റ് ആയപ്പോൾ ചെന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം, ഫോളിക്കിൾസ് ഡെവലപ്പ് ആവാനുള്ള ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ IVFനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ഓഫ് എഗ്സ് നമുക്ക് കളക്ട് ചെയ്യും IVFൻ്റെ ടൈമിൽ. അപ്പോൾ അങ്ങനെ ഫോളിക്കിൾസ് ഡെവലപ്പ് ആവാനായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് തന്നു. അപ്പോൾ എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സും ആ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ആ ഇഞ്ചെക്ഷൻസ് എടുത്തു. വീട്ടിൽ വന്നിട്ടും എനിക്ക് ഇഞ്ചെക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു പെൻ ഇഞ്ചെക്ഷൻ, അങ്ങനെ ഒത്തിരി ഇഞ്ചെക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു ഡെയിലി ഒരു 2 to 3 ഇഞ്ചെക്ഷൻസ് വെച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചെക്ഷൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നൊരു കാര്യമാണ് ഇഞ്ചെക്ഷൻസ് എന്നുള്ളത്. ഇഞ്ചെക്ഷൻസ് എനിക്ക് ഇഞ്ചെക്ഷൻസ്
സിനെക്കാളും ഉപരി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് എന്താ ഈ ഇഞ്ചക്ഷൻ്റെ സ്മെല്ല് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് അപ്പം തന്നെ ബി റൈസ് ആവാൻ തുടങ്ങുമായിരുന്നു. ഞാൻ അത്രയും പേടിത്തൊണ്ടിയെന്ന് ഞാൻ അത്രയും പേടിത്തൊണ്ടിയായിരുന്നു ഈ ഇഞ്ചക്ഷൻസ് എടുക്കുന്ന കാര്യത്തിൽ. അങ്ങനെ ഞാൻ ഡെയിലി ഒരു 3 ഇഞ്ചക്ഷൻസൊക്കെ വെച്ചെടുക്കാൻ തുടങ്ങി. അത്രയും ധൈര്യം എനിക്ക് വന്നു ആക്ച്വലി. അപ്പോൾ ഞാനങ്ങനെ ഇഞ്ചക്ഷൻസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഫോളിക്കുലാർ സ്റ്റഡി നടത്തി ഡോക്ടർ പറഞ്ഞു ഇത്രയും ഫോളിക്കിൾസ് നമുക്ക് മെച്യൂർഡ് ആയിട്ടുണ്ട്. അപ്പോഴും പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബൾക്ക് ഒരു എന്താ പറയുക വലിയൊരു പോസിറ്റീവ് റേറ്റ് കിട്ടാനുള്ള ഫോളിക്കിൾസ് ഇല്ല. എന്തോ 15-16 ഫോളിക്കിൾസേ ഉള്ളൂ 2 ഓവറീസും ചേർന്ന് കിട്ടിയിരിക്കുന്നത്. അതിൽ നമുക്ക് എത്രണ്ണം മെച്യൂർഡ് ആവും എത്രണ്ണം നമുക്ക് ഫെർട്ടിലൈസ് ആവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് അതൊക്കെ എല്ലാം ഒരു ചാൻസാണ് നമുക്ക് നോക്കാം എന്ന് ഡോക്ടർ ഒരു ഇത് പറഞ്ഞു. അങ്ങനെ ഈ ഫോളിക്കിൾസ് എടുക്കുന്നതിൻ്റെ തലേന്ന് നമുക്കൊരു ട്രിഗർ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ തരും. അതായത് ഇത് മെച്യൂർഡായി എന്നാൽ അത് റപ്ചർ ആവരുത്, പൊട്ടിപ്പോകരുത് ഈ ഫോളിക്കിൾസ്. അപ്പോൾ റപ്ചർ ആവാതിരിക്കാനായിട്ട് നമുക്കൊരു ട്രിഗർ ഇഞ്ചക്ഷൻ തരും. ട്രിഗർ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളോട് അഡ്മിറ്റ് ആവാൻ പറയും. മോർണിംഗ് തന്നെ ഈ പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ പ്രൊസീജിയറിന് പോവാണ്. ഈ ഫോളിക്കിൾസ് ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കുന്നത് ഓരോ സ്കാൻ ഡെയിലി നമുക്ക് എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സും സ്കാൻ ഉണ്ടാവും. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഫോളിക്കിൾസ് ഡെവലപ്പ് ആവുന്നുണ്ടോ, അത് റപ്ചർ ആയോ, ഇല്ലെങ്കിൽ അത് റപ്ചർ ആവാൻ ചാൻസ് ഉണ്ടോ, എന്തോരം നമുക്ക് ഡെവലപ്പ് ആയി എന്നൊക്കെ ഉള്ളതെല്ലാം നോക്കുന്നത് സ്കാൻ വഴിയാണ്. അങ്ങനെ ട്രിഗർ ഇഞ്ചക്ഷൻ തന്നു. നെക്സ്റ്റ് ഡേ പ്രൊസീജിയറിന് പോയിട്ട് അതായത് എഗ് പിക്കപ്പ് എന്നുള്ളതാണ് പ്രൊസീജിയർ. ഇക്സി ആണ് ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ ഒരു അറിവ്. ഇക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എഗ്ഗും സ്പേമും അവർ തന്നെ സെലക്ട് ചെയ്ത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനെയാണ് നമുക്ക് ഇക്സി എന്നുള്ള പ്രൊസീജിയർ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് പ്രൊസീജിയർ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സോ അതെല്ലാം കഴിഞ്ഞ് പ്രൊസീജിയറിന് കയറി. മെയിൻലി നമുക്കൊരു പേടിയാണല്ലോ ഇതെല്ലാം. നമ്മളിതൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമുക്കിതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭയങ്കര വലിയൊരു സ്റ്റേജൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മളെ ഹോസ്പിറ്റലിൽ OT ഇതിലേക്ക് കയറ്റുന്നു. നമ്മുടെ കോസ്റ്റ്യൂം OT കോസ്റ്റ്യൂം കേട്ട് തരുന്നു. അങ്ങനെ ചെന്നു. ഓപ്പറേഷൻ തിയേറ്റർ കണ്ടതോടെ എൻ്റെ കിളി പോയി. ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ക്ലോസ്ഡ് റൂം അങ്ങനത്തെ ഒരു. അപ്പോൾ എനിക്ക് ക്ലോസ്ട്രോഫോബിക് ഒന്നും അല്ല ഞാൻ, പക്ഷേ എനിക്കങ്ങനെ കണ്ടപ്പോഴേക്കും പിന്നെ എനിക്ക് എൻ്റെ എന്നെ ടേബിളിൽ അവിടെ കിടത്തിയേക്കുവാണ്. അപ്പം വിറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലത്തെ വിറയൽ വന്നു. എൻ്റെ എന്താ പറയുക, മുടി മുതൽ കാലിൻ്റെ നഖം വരെ വിറയൽ എന്നുള്ളൊരവസ്ഥയായി. അങ്ങനെ എങ്ങനെയൊക്കെയോ അനസ്തേഷ്യ തന്നു. അപ്പോൾ വിറയൽ കണ്ടപ്പോൾ സിസ്റ്റർമാർ എന്നോട് പറയുന്നുണ്ട് പേടിക്കണ്ടടാ, കുഴപ്പമില്ല, ഇതൊക്കെ നോർമലാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ബോഡീനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ അനസ്തേഷ്യ തന്നു. പിന്നെ എത്ര ടൈം എടുത്ത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ബെഡിൽ ഉണ്ട്. അങ്ങനെ എന്നോട് ഡോക്ടർ പറഞ്ഞു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ടൈമിൽ തന്നെ ഹസ്ബൻഡിൻ്റെ സെയിമിനും കളക്ട് ചെയ്യും അവർ. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി. കുറച്ച് ഈവനിംഗ് ഒക്കെ ആയപ്പോഴേക്കും, രാവിലെയാണ് ഈ പ്രൊസീജിയർ നടന്നത്, ഈവനിംഗ് ഒക്കെ ആയപ്പോഴേക്കും എംബ്രിയോളജിസ്റ്റ് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇത്രയും നമുക്ക് 8 or 7 എംബ്രിയോസ് ഫോളിക്കിൾസാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 5 എണ്ണം മെച്യൂർഡ് ആയിരുന്നു. 5 എണ്ണത്തിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 5 എണ്ണത്തിൽ നമ്മൾ സ്പേം ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമ്മൾ അറിയുന്നത്, അതായത് ഇത് ഫെർട്ടിലൈസ് ആയോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് ഡേ 3ലും ഡേ 5ലുമുള്ള ചെക്കിങ്ങിലൂടെയാണെന്ന് പറഞ്ഞു. അതായത് ഡേ 3 എന്ന് പറയുമ്പോൾ എംബ്രിയോ സ്റ്റേജും ഡേ 5 എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് അങ്ങനെ എന്തോ ആണ്.
അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഗ്യാരണ്ടി തരുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഡേ 5 ആണ്. കാരണം നമുക്ക് അതിൽ നിന്ന് എന്തോ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ നമുക്കതിൽ നിന്ന് DNA ടെസ്റ്റിങ്ങോ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ നമുക്ക് ഡേ 5 ചെയ്യാം. ഡേ 5 എംബ്രിയോ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടി സക്സസ് റേറ്റ് നമുക്കതിൽ കൂടുതലാണ് ഡേ 3-നേക്കാളും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് നമുക്ക് ഇനി കൂടുതൽ എംബ്രിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് സേവ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് വെക്കണോ എന്നൊക്കെ ഉള്ളതൊക്കെ, അപ്പോൾ ഞങ്ങളതെല്ലാം എഴുതി എല്ലാം കൊടുത്തു. അന്ന് ഈവനിങ് വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഈ സെഡേഷൻ്റെ അനസ്തേഷ്യയുടെ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങനെ ഭയങ്കര ഡള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു ഡേ 3, ഡേ 5 ഇത് വളർന്നു കഴിഞ്ഞ് എംബ്രിയോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ 1 വീക്ക് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലൊക്കെയാണ് ഞാനിരിക്കുന്നത്. എനിക്കറിയില്ല. അങ്ങനെ ഡേ 3 വിളിച്ചു നമ്മളെ. ഡേ 3 വിളിച്ചിട്ട് പറഞ്ഞു വീണ്ടും നമുക്കൊരു ഷോക്കിംഗ് ന്യൂസ് പോലെ പറഞ്ഞു. ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് ഹോപ്പുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു വിഷമമായി. അത് എടാ 3 എണ്ണേ ഉള്ളൂ നമുക്ക് എംബ്രിയോ. 5 എണ്ണത്തിൽ ആക്ച്വലി 5 എണ്ണം ഫെർട്ടിലൈസ് ആയതിൽ അല്ല 5 എണ്ണത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്തതിൽ 3 എണ്ണം നമുക്ക് ഫെർട്ടിലൈസ് ആയുള്ളൂ. അതിൽ ഒരെണ്ണമേ ഗുഡുള്ളൂ, ബാക്കി രണ്ടും ഗുഡ് ടു മോഡറേറ്റ് അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെറിയ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയത് വെച്ചിട്ട് 8 9 ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ സക്സസ് റേറ്റും. 3 അറ്റ്ലീസ്റ്റ് മിനിമം 3 എണ്ണമെങ്കിലും വേണം. ഒരെണ്ണം കിട്ടുന്നവരുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് സക്സസ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു മിനിമം ഒരു 5 എണ്ണം, പിന്നെ നമുക്കൊരു ഫ്യൂച്ചർ എന്നുള്ളൊരു ഇതിൽ നമുക്ക് കൂടുതൽ എംബ്രിയോസ് ഉണ്ടെങ്കിൽ നമുക്കത് പ്രിസർവ് ചെയ്ത് വെക്കാനും ഇതുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഡേ 5 നമുക്കിനി നോക്കാനായിട്ടൊന്നുമില്ല. ഡേ 3 3 എണ്ണം എംബ്രിയോ സ്റ്റേജ് ആയത് ഞങ്ങൾ ഡിഷ് ക്ലോസ് ചെയ്യുവാണ്. നമുക്ക് ഡേ 5 നോക്കാനൊന്നും ഇല്ല പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്ക് എന്താണെങ്കിലും ഒന്നുമില്ലാത്തതിനേലും നല്ലതാണല്ലോ നമുക്ക് എന്തെങ്കിലും അത് കിട്ടിയത്. 3 എണ്ണമെങ്കിലും 3 എണ്ണം, ഒരെണ്ണം ഗുഡും 2 എണ്ണം ഗുഡ് ടു മോഡറേറ്റ് എന്നുള്ളതിൽ കിട്ടിയത് അതെങ്കിൽ ഹാപ്പി. അങ്ങനെ അപ്പോൾ നമ്മൾ ഡോക്ടർ വിളിച്ചു. ഡോക്ടർ ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇതാണ് നമുക്ക് എംബ്രിയോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി മെഡിസിൻസ് കുറച്ചുണ്ട്, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ ഓക്കെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അപ്പോഴും മെഡിസിൻസ് ഈ നമ്മൾ എഗ്ഗ് പിക്കപ്പിന് മുന്നേ എടുക്കുന്ന ഈ ഇഞ്ചെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഇഞ്ചെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഇഞ്ചെക്ഷൻ 25,000 എന്താവും. അതെന്തോ 2 days 3 days വരെയൊക്കെ പോവുള്ളൂ മാക്സിമം. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് പ്രോസസ്സാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ഡേ 3 നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ മെഡിസിൻസും അത്യാവശ്യം ഒരു മാസത്തേക്കുള്ള മെഡിസിൻസ് ഓൾമോസ്റ്റ് ഒരു 8,000 9,000 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ഉണ്ടായിരുന്നു.